ആ ഹലോ ബ്രോക്കറാ? ആ വസ്തുവാ? അതെ, ഭാര്യയുടെ അച്ഛൻ്റെ പേരുള്ള വസ്തു. ആ കുറച്ച് കഴിഞ്ഞ് എൻ്റെയും അവളെയും പേരിൽ എഴുതി തരും. അതിന് വിൽക്കാനാ? ആര് പറഞ്ഞ്? വസ്തു ഒന്നും വിൽക്കണില്ല. ശ്രീകുട്ടനാ? ആ എൻ്റെ അളിയൻ തന്നെ. ആ നിങ്ങളുടെ പേരെന്തോന്നു? എൻ്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടി? ഇല്ല ഇല്ല, വസ്തു വയ്ക്കണില്ല. ഇല്ല, എടാ വച്ചിട്ട് പോ. നീലോ, ഇടി നീലോ, ചത്താടി നീ. എന്താ എന്തിനാ ഒച്ച വെക്കണേ? അടിച്ച് കണക്കുറ്റി പോയി ശബ്ദം താഴ്ത്തി സംസാരിക്കും. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്നാ? കുട്ടമ്പിള്ളയില്ലേ, കുട്ടമ്പിള്ള, അയാൾ തന്നെയടി നിന്നെ തന്ത. ആവശ്യമില്ലാത്ത വിരള് ചൂണ്ടിയ വിരളിനെ ഞാൻ ഓടിക്കും. എന്റെ പൊന്നച്ഛ, നേരം വെളുക്കാൻ നോക്കിയിരിക്കണോ പ്രശ്നം ഉണ്ടാക്കാനായിട്ട്? അല്ലെങ്കിൽ തന്നെ ഇവിടെ എപ്പോഴും വഴക്കാ. എന്റെ പൊന്നു മക്കളെ, അച്ഛൻ വഴക്കുണ്ടാക്കണതിന് തക്കതായ കാരണമുണ്ട്. ഇപ്പൊ എന്താ അച്ഛന്റെ കാരണം? എന്റെ മറവിൽ ഇവിടെ ആരും കരുക്കള നീക്കണ്ട. ബാലു അത് കണ്ടുപിടിക്കും. വീട്ടുകാർക്ക് ബാലുവിനെ വേണ്ട, പക്ഷെ നാട്ടുകാർക്ക് വേണം. എന്റെയും നിന്റെയും പേരിൽ എഴുതിത്തരാന്ന് പറഞ്ഞ ആ 80 സെന്റ് നീ ഇപ്പൊ കച്ചവടം അടിക്കാൻ പോണ. അതാണോ അത്? നീ ഉരുണ്ട് കളിക്കണ്ട എടി. ഒന്നുമില്ലെങ്കിലും ഞാനിത് കെട്ടാനല്ലേടി. അതിന്റെ സാമാന്യ മര്യാദ നീ കാണിക്കാത്തത് നിന്റെ വീട്ടുകാരെ കാണിക്കില്ല. എന്റെ ബാലു കുടുംബ വീടിന്റെ ആധാരം വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനിപ്പോ നോട്ടീസ് വന്ന് കിടക്കാം. അപ്പൊ ഈ സ്ഥലം വിട്ടിട്ട് അതിന്റെ ബാധ്യത അങ്ങ് തീർക്കാന്ന് വിചാരിച്ചു. അതിന് ഈ സ്ഥലം കണ്ടോളാ, വേറെ ഒന്നും കണ്ടില്ല നീ. എന്നോട് അച്ഛൻ ഇത് പറഞ്ഞപ്പോ തന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞു ബാലുവിനോട് സംസാരിക്കുക, എന്നിട്ട് തീരുമാനിക്കേ. അച്ഛൻ പറഞ്ഞു 2 ദിവസം കഴിയുമ്പോ ബാലുവായിട്ട് സംസാരിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല ആ സ്ഥലത്തിന് നല്ല വിലക്ക് ഇപ്പൊ ആള് വന്നിട്ടുണ്ട്. അപ്പൊ നീ എല്ലാം അറിഞ്ഞ്. ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ വന്ന് സംസാരിക്കും, അപ്പൊ തീരുമാനിക്കേ. അപ്പൊ തീരുമാനിക്കും. അച്ഛൻ പോട്ടച്ചാ. എടാ, നിങ്ങൾക്കും കൂടെ അനുഭവിക്കാനുള്ള സ്വത്താണ് ഈ പന്ന കള്ള് എഴുതിയിരിക്കുന്നത്. നാട്ടിൽ എനിക്ക് ഒരാളുള്ളതുകൊണ്ട് ഞാൻ ഇതെല്ലാം അറിഞ്ഞു. മക്കളെ ഞാൻ അവിടെ നിൽക്കില്ല, എന്റെ നാക്ക് ചൊറിഞ്ഞു വരെയാണ്. കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിക്കാൻ കൊണ്ട്. എടി, നിനക്ക് ഒരു സ്നേഹമില്ലാതെ പോലെടി. മൊത്താഭിനയാണ്, മൊത്താഭിനയം. എന്തൊരു ശല്യം! ഒരു ശല്യമില്ല, അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്. അതിബുദ്ധി കാണിച്ചല്ലേ അനുഭവിച്ചോ? അതെ, അതിബുദ്ധിയാ. നിനക്കെന്താ പ്രശ്നം? പ്രശ്നം ഒരു സോയും തരുന്ന പണ്ടാരം പിടിക്കാൻ. അച്ഛാ, അച്ഛൻ എന്താ ഇവിടെ കുത്തിയിരിക്കണേ? നീ പോടേ. അകത്ത് വല്ല ചായ കാപ്പിയാലും കൂടി പോ. നീ പോടാ, ഞാൻ പോവാം. ഞാൻ പോവാണേ. പോരാ. ഹലോ, എന്ത് രാവിലെ പാറപ്പുറത്ത് കയറിയിരിക്കുന്നത്? വായില്ല കുന്നിലപ്പനെ പോലെ. വെറുതെ ഇരിക്കണേ. ഭാര്യ മക്കളും കൂടെ രാവിലെ അടിച്ചിറക്കിയ? വേണമെങ്കിൽ അങ്ങനെ പറയാം. അതെങ്ങനെയാണടേ? നമ്മളെപ്പോലെ ജോലിയും കൂലിയില്ലാത്ത ഭർത്താക്കന്മാര് എന്നും കുടുംബത്തിനൊരു അധികം പറ്റാണ്. ഇപ്പൊ ശരിക്കും എന്തൊരു പ്രശ്നം? പ്രശ്നം പറയണമെങ്കിൽ കുറെ ഉണ്ടടാ. നീ എവിടെ പോണു? നമ്മളെ ഭാര്യയുടെ സഹോദരൻ വന്നു. അവ 2-3 ഫുള്ള് കൊണ്ടുവന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ച് ചോദിച്ചു, ഞാൻ ഒരെണ്ണം കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരെണ്ണം കൊണ്ട് കൊടുക്കുകയല്ലേ, അപ്പൊ അത് നമുക്ക് 2 അടിക്കാല്ല. രാവിലെ തുടങ്ങിയ? ഇല്ല, പരിപാടിയൊക്കെ കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. ആദ്യം കുറച്ച് പാചകമൊക്കെ ഉണ്ട്. നീ പറഞ്ഞെങ്കിൽ വാ. ഞാൻ വന്ന് ശരിയാവില്ലടാ. വാടാ, 2 സ്മാൾ അടിക്കാടാ, മനോവിഷമൊക്കെ മാറൂടാ. നീ പോ. ഡേയ്, ഒരു ഫുള്ളല്ലേ ഉള്ളൂ, ഞാൻ കൂടെ എന്താ തികയൂ? തികയൂല. ഇത് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചില്ലറയും കൂടെ ഇട്ടാ അടുത്തതും കൂടെ എടുത്ത് അടിക്കാം. എങ്കിൽ സംഗതി ജോളിയാവും. നീ മനസ്സറിഞ്ഞ് വിളിച്ചല്ലേ? പോവല്ലേ? പറഞ്ഞെങ്കിൽ വാ. ഡേയ്, സാധനം അത് സാധനം ഘടാഘടിയൻ. നിങ്ങളെ കിട്ടിയ ശ്രീധരനും തരുമോ അള്ളിയ? ഞാൻ വച്ചോളാം. വാ. അത് ശരി, പടം വരച്ചിരിക്കുകയാണോ? പഠിക്കുന്നില്ലേ രണ്ടുപേരും? എന്റെ അമ്മ പ്ലീസ്, ഇതൊന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് പഠിക്കാം. രാവിലെ ഇവിടുന്ന് ചാടിത്തുള്ളിപ്പോയി നിങ്ങൾ അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ. അത് ശരിയല്ലോ. എന്തിയാ അച്ഛൻ? എനിക്കറിയില്ല. അമ്മേ, അച്ഛൻ മൊബൈൽ എടുത്തിട്ടാണോ പോയേ? ഒരു പിടിയില്ല. അമ്മ അച്ഛനൊന്ന് വിളിച്ചു നോക്ക്. എനിക്കൊന്നും വയ്യ, വേണമെങ്കിൽ വരട്ടെ. ശിവ, ശിവ. അമ്മ, അച്ഛൻ കുടിച്ചിട്ടോ? അയ്യോ എന്റെ ഈശ്വരൻ. എന്റെ അമ്മ, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഞാനും ഓടിക്കോ. ശിവ എവിടെ? ശിവ എവിടെയെന്ന്? നീളെ വിറ്റ എനിക്ക് വിശക്കണ്. ചോറായ? ആയിക്കൊണ്ടിരിക്കണേ ഉള്ളു. പതുക്കാ മതി. വച്ച് വൈ. മറ്റൊന്ന് അതിന്റെ അച്ഛൻ കുട്ടമ്പിള്ള വരുമല്ലേ, അങ്ങനെയൊക്കെ എടുത്ത് കൊടു.
എന്തിനാ ബാലു പിന്നെ കുടിക്കാൻ തുടങ്ങിയ? ആ അങ്ങനെ കേറി വാ. എന്തിനാണ് കുടിച്ചത്, എപ്പോഴാണ് കുടിച്ചത്, ആരെവിടെയാണ് കുടിച്ചത്? ചോര് നീ എന്റെ ഭർത്താവല്ലേ? ചോര് മുമ്പ് ഇതുപോലെ കുടിച്ചുകൂടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്ന് എന്റെ പിള്ളേരെ തലയെ തൊട്ട് സത്യം ചെയ്ത് പറഞ്ഞ് നീലു ഇനി കുടിക്കില്ല എന്ന്. നീ ആരടേ നീ? ഞാൻ ഒരുപാട് നാളുകൊണ്ട് വാങ്ങി വെച്ചേക്കാണ്. നീ എന്നെ തലേ കയറി ഞെരങ്ങണ തള്ളേ മക്കളും കൂടെ. എടീ ഞാൻ കുടിച്ചല്ല, നീ എന്നെ കുടിപ്പിച്ചാണ്. അവളെ വസ്തു വയ്ക്കാൻ പോവാണ്. നോക്കല്ലേ, നോക്കൂ കത്തിച്ചളയും ഞാൻ. നിന്റെ ഒരുത്തണ്ടല്ല വാഴക്കുടം തണ്ടി, കഴുകടമായി കൃഷി തണ്ടി. അവനാണ് എല്ലാത്തിനും കാരണം. എനിക്ക് ഒരു തരി മണ്ണ് കിട്ടാൻ പാടില്ല, അതാണ് അവന്റെ ലക്ഷ്യം. അയ്യാ പന്നാര അളിയായി അവന്റെ ഉപദേശം കാണണം. അളിയാ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്, അതുവഴി പോകരുത്, ഇതുവഴി പോ, തുമ്മരുത്, മുക്കരുത്, തൂറരുത്. അവൻ ആരുടെയായി? അവത്തേരി പോവച്ചേ, എനിക്ക് അടുക്കള പണി. നീ എവിടെ പോണടി? നീ ആരെ മുമ്പേടി നീ ഷോ കാണിക്കണേ? വാ അവക്ക് ഭയങ്കര ജോലി, വീട്ടില് ജോലി, ഓഫീസിൽ ജോലി, ഭയങ്കര ജോലി അവക്ക്. അവളെ പോക്ക് കാണണം. നിർത്തിക്കോണം, നീ നിർത്തണം. കെട്ടിയ മാപ്പിളക്കാല് പൊങ്ങി നടക്കാൻ വേണ്ടി ഹൈയിൽ ചെരുപ്പിട്ടുണ്ട് അവളെ നടപ്പ്. ഇനി നാണം ഉണ്ടാടി, 5 മകളെ തള്ളയല്ലേടി നീ? നാണം ഉണ്ടാണെങ്കിൽ പോയി കിടക്കച്ചാ. പോടി പോ, കയറി പോ, നാടങ്ങട്ട് നാട്. സാധനം ഇരിപ്പുണ്ട്, ഇനി ഫുൾ ടൈം വെള്ളമടിയാണ്. ഞാൻ സന്തോഷിക്കട്ടെടി, എനിക്ക് തരാനുള്ള വസ്തുവൊക്കെ വിൽക്കാൻ പോവില്ലേ? ഞാൻ സന്തോഷിക്കട്ടെ. ശിവോ, കേശവേ, ശിവ, എന്നെ ഉറക്കാന്ന് വിചാരിച്ചേടാ? അച്ഛൻ അങ്ങനെ ഉറങ്ങൂല, പെട്ടെന്ന് ഉറങ്ങൂല. അച്ഛൻ ചത്താലും എണീറ്റ് വരും. അയ്യോ നീലുവേ, ഒരു വെള്ള പേപ്പർ ഇട്, ഞാൻ ഒപ്പിട്ട് തരാം. ഡൈവോഴ്സ് നോട്ടീസ് ഞാൻ ഒപ്പിട്ട് തരാം. കാലി കയറ്, അങ്ങനെ കയറ. ശിവ നിനക്ക് കാലി കയറാനല്ലേ കുഴപ്പമുള്ളൂ, കൈ കയറാല്ലേ? ഇല്ലേ, കൈ കയറാം. പറയാ എനിക്ക് വിശക്കണേടി. ചോറിടേ. എന്തടി നോക്കണേ? ചോറ് വേടി. വേറെ ആരെങ്കിലും വരാന്ന് പറഞ്ഞാ ഉണ്ണാ? കഴിച്ചിട്ട് എണീറ്റ് പോവാലോ, മനുഷ്യന്റെ കൺട്രോൾ പോയിക്ക ഇവിടെ. ഉപ്പുമില്ല, മുളകുമില്ല, ഒരു തേങ്ങാ കൊലയില്ല. ഭയങ്കര കയ്പ്. നീ വല്ല വിഷം വല്ലതും ചേർത്താ? ചേർത്താണ്. എന്താ കരയണ? നീ കരണ എന്ത്? അയ്യാ ഈ വൃത്തിയായിട്ട മനുഷ്യന്റെ കൂടെ ആണല്ലോ ജീവിക്കണ, അതാണ് കണ്ണീര്. തുടച്ച് കളയടി വെള്ളം. മോളെ ശിവ, മക്കളെ ശിവ എന്താ വാ, നമ്മള് പൊന്നു നോക്കോ. മതി, ഒരു ഉരുളോടെ കഴിയും. മതി അച്ഛാ, വിട്. ഒരു ഉരുളോടെ കഴിയും. വിട്. കഴിച്ചു കഴിഞ്ഞ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. ഒന്നാ മുടിയനായ പുത്രൻ ഇവിടെ പോയ നീ എന്താ നോക്കണേ? എന്ത് നിന്റെ അമ്മയുടെ കയ്യിൽ ഞാൻ പണ്ട് കയറി പിടിച്ചപ്പം നീ എന്നെ അടിച്ചല്ലടാ? അച്ഛൻ വെള്ളം ഒടിച്ചിട്ട് മിണ്ടാണ്ട് അകത്ത് പോയി കിടന്നു. വെറുതെ വീട്ടിൽ അനാവശ്യം ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ? എന്താടാ ഞാൻ നിന്റെ അച്ഛൻ തന്നെ കുറച്ച് ബഹുമാനം താടാ. നിന്റെ തള്ളയെ കണ്ട് പഠിക്കാതെ നീ
നീ എവിടെ പോയത്? ഡാൻസ് പ്രാക്ടീസിന് പോയാണോ നീ? അതെ, നിർത്തിക്കോ നിന്റെ ആട്ടം പാട്ടം കൂത്തൊക്കെ. നീ തെണ്ടും എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കാൻ നോക്കടാ. അല്ലെങ്കിലേ വേണ്ട ഇതുപോലത്തെ ഓളമാർ വന്ന് ചവിട്ടിയിട്ട് കുത്തും കേട്ടാ. അച്ഛൻ അനുഭവിക്കണം കണ്ടാ കണ്ടടാ. വാ വാ നോക്ക് വാ. വലിച്ചാടാ അവിളിച്ച് പൊട്ടി പുല്ല് കറിയുണ്ടാക്കി വെച്ചേക്കണോള്. ഒന്ന് കളയാതെ പാടി. അത് തടവടി അയ്യോ തടവി കൊല്ലാതെ. ശിവ അച്ഛനെല്ലാം കൂടെ പറ്റിച്ചടി. അച്ഛനെല്ലാം കൂടെ പറ്റിച്ച് തരാന്ന് പറഞ്ഞ വസ്തുവും തരൂല. ബാലു വന്നേ വാ വാ ഒരു കാര്യം പറയട്ടെ. വാ നീ ഒന്നും പറയണ. ഇവിടെ കൈ വിടേ. വസ്തു വേണ്ടേ? വാ വാ നിങ്ങൾ ഇങ്ങോട്ട് വാ. വാ ഞാൻ വരും. നടക്കോട്. നിനക്ക് എന്താ വേണ്ടേ പറ. വസ്തു വേണോ അല്ലേ? കുട്ടമ്പിള്ളയുടെ മോളെ മിണ്ടരുത്. എന്റെ അച്ഛന്റെ പേര് മിണ്ടിട്ടുണ്ടല്ലോ. കുട്ടമ്പിള്ളയുടെ മോള്. നിങ്ങൾക്കില്ല അച്ഛൻ. നേരെ പിടിക്ക്. കള്ളു കുടിച്ചിട്ട് വിലസാണ് ഇവിടെ വന്നിട്ട് കുട്ടികൾ അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാ മിണ്ടാതിരുന്നത് ഞാൻ. പൊത്തി പിടിച്ചു നിൽക്കടാ. കോച്ച് പോയാ എന്ത് കണ്ട്? ജോലിക്ക് പോണം, മക്കളെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കണം. എന്നാലും സ്വസ്ഥത തരൂല. അത് കൂടാതെ കുടിച്ചിട്ട് വന്ന കൈ ചൂണ്ടി ഞാൻ കൈ ചൂണ്ടുമ്പോ കൈ താത്തിട. ഭക്ഷണം കൊണ്ടേ കൊടുത്തപ്പോ നിങ്ങക്ക് രുചിയില്ലല്ലേ? രുചിയില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അയ്യോ പോങ്ങോട്ട്. നിങ്ങളെന്താ ഇവിടെ നിക്കണം? മക്കളെ കേൾക്കുന്നു. എനിക്ക് അയ്യോ എനിക്ക് അയ്യോ എനിക്ക് എന്താടാ പോടാ. ഇവിടെ എന്താ സർക്കസ് നടക്കടാ? എനിക്ക് പോയി കാണടാ. എനിക്ക് പോടാ. എനിക്ക് പല നാട്ടുകാർ നോക്കാടി. നാണക്കാട് മിണ്ടായി. നിങ്ങൾ അപ്പൂപ്പനോട് ഇരിക്കണം. നാട്ടുകാരി വീട് പിടിച്ച എന്റെ കൈ. ഇനി കുടിക്കാൻ വേണോ? കുടിപ്പിക്കാൻ കുടിച്ചിട്ട് വരും അവിടെ. ഞാൻ പറയട്ടെ ഇനി ഞാൻ ഈ ബാലു ഇത് തൊട്ട് ഡെയിലി വെള്ളോടി നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തടി. പാടി ഡെയിലി വെള്ളോടിച്ചിട്ട് പാടി. അവിടെ നിക്ക്. കുടിക്കോ. അയ്യോ ചെകുത്താൻ. അച്ഛൻ നല്ല ഉറക്കത്തിലാണല്ലോ. പോടന്ന്. ഉറങ്ങിയൊന്നും അല്ല, അഭിനയിക്കണത്. കുടിച്ചു കഴിഞ്ഞ തീരെ കൾച്ചറില്ലാത്ത ഒരു അച്ഛൻ. എന്തായാലും അനുഭവിച്ചോ. പോവടന്ന്. അനുഭവിച്ചോ. എന്ത് വന്നാലും എന്റെ തലയിലാണല്ലോ. ശിവോ അമ്മ എന്നെ നോക്കിട്ട് വരാം. സൂക്ഷിച്ചും കിടക്ക പോണോട്ടാ. അമ്മ നിനക്ക് അമ്മയുടെ വീട്ടിൽ പോയാലോ? നിനക്ക് എന്താ ശിവ? അമ്മ
അവിടെ അച്ഛനെ കാണാനില്ല. റോഡിൽ പോയെന്നാ തോന്നുന്നേ. എന്റെ ഈശ്വര, നോക്കിയടാ. എന്താ ബാലു ഇങ്ങനെ ഇരിക്കുന്ന? എന്താടാ നിനക്കെന്ത്? ഞാൻ എവിടെ ഇരുന്ന എവിടെയെങ്കിലും ഇരുന്ന അവിടെ ഇരിക്കണത് ഇവിടെ ഇരിക്കണത് നിന്റെ വീട്ടിൽ വന്നിരിക്കടാ. ഓ അടിച്ച് ഫിറ്റാണല്ലേ? ആ നിനക്കെന്ത് കുഴപ്പം? അടിച്ച് ഫിറ്റാണെങ്കിൽ ആ നീ അവിടെ നിന്ന് ഇറങ്ങി മുങ്ങിയല്ലേ? ഞാൻ അടിച്ചോണ്ട് അവിടെ കയറി കിടന്നുറങ്ങി. ആ നിനക്ക് എവിടെയെങ്കിലും കിടക്കാലളിയാ, എനിക്ക് അതുപോലെ അല്ലല്ലേ. നീ പിന്നെയും പോയി അടിച്ചാടാ? ഞാൻ നേരെ ബിവറേജ് പോയി സാധനം വാങ്ങിച്ച് അടിച്ച്. എന്ത് എനിക്ക് അടിച്ചുകൂടെ? ഇവിടെ കയറി അകത്ത് കയറി കിടക്കാന്നടാ. നീ ഇവിടെ എവിടെ? അതെന്താടാ അത്? ആ ഇത് ഫ്യൂസാടാ. ഇത് വൈദ്യുതിയുടെ പോക്കും വരവൊക്കെ ഇതിൽ കൂടെയാണ് സംഭവിക്കണം. ഇത് എവിടെ നടത്തുക നീ? എന്റെ രാജകൊട്ടാരത്തിൽ മതിലുകളില്ല, എന്റെ നാട്ടിൽ മതി വേറെ രാജാക്കളില്ല. എടാ എടാ ഞാൻ തറയടാ. നീ ലോകത്തുണ്ടാ? നീലുണ്ടാക്കി എന്നാ ഇങ്ങോട്ടോക്ക്. രാവിലെ ഞാനാണ് വിളിച്ചോണ്ട് പോയെന്ന് പറയല്ലേ? വലിച്ചോണ്ട് അയച്ചോട്ട് പോടാ. എടാ ഇങ്ങോട്ടാ. ഇങ്ങോട്ടാ വീട് ഇങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. അളി അളി ഇങ്ങോട്ട് നില്ല് 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 നില്ലളിയാ. മകളെ ശിവ, ശിവ മകളെ ഇതാര് വന്നു നോക്ക്. മകളെ ശിവ, മകളെ വാസുദേവൻ വന്നിരിക്കുന്നു. ഞാൻ വന്നപ്പോഴേ ഇവ ഇവിടെ റോഡിൽ ഇരിക്കുന്നു. ഞാൻ വിചാരിച്ച് വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരാന്ന്. ഡേ അകത്ത് ഇരിക്കടാ. നീ എന്നെ കിടത്താനും നോക്കണ്ട. ഡേ ചോറോട് ചോറോട്. അളിയതി എൻ്റെ അളിയനാണ്, ചോറോട്. ഡേ ചോറൊന്നും വേണ്ട, ഞാൻ കഴിച്ച്. ആ നീ കഴിച്ചില്ലെങ്കിൽ പിന്നെ പ്രശ്നം വേറെയാണ് ഇവിടെ. നീ കഴി. ഇരിടാ ഇവിടെ, ഇരി ഇരി ഇരിടാ ഇരി. അകത്ത് സാധനമുണ്ട്, രണ്ടെണ്ണം അടിക്കണ. ആ എനിക്കാണോ? ഞാൻ കഴിക്കൊന്നുമില്ല. ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ട് വരാം. എടാ കൂടുതൽ കഴിക്കലടാ, മതി മതി. ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ട് വരാടാ. ബസ്സിന്റെ ചോറ് കഴിച്ചിട്ട് പോയാൽ മതി. ഞാൻ അതിലായിരിക്കും ഇവിടെ പ്രശ്നം. ഇവൻ കഴിച്ച വലിയ പ്രശ്നമാണല്ലേ? വലിയ പ്രശ്നം തന്നെ. പോരാ, വാ ചോറെടുത്തിട്ട് വരാം. മകളെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, മാമ അവിടെ ഉണ്ട്. മീൻകറി ഉണ്ട്. കൊറേ കാലമായി അവൾ ഇവിടെ ഇല്ലല്ല. നല്ല ആഹാരം കഴിച്ചിട്ട്. വാസി ഉണ്ണണാ? എന്താടേ നിനക്ക് എനിക്ക് ചോറ് വിളമ്പി തരാൻ പറഞ്ഞപ്പം വയ്യ. കണ്ട വരണത് എൻ്റെ ഇളയും പോണത് എൻ്റെ ഇളയൊക്കെ നിനക്ക് സൽക്കരിക്കാം അല്ലേ? ഇരിടാ, കഴി ഇരി കഴി ഇരി. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ വിളമ്പി കൊടുത്ത ചോറ്? ബാസ്റ്റേറിനെ ചോറ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ വിളമ്പി കൊടുത്തെന്ന്? എന്തോ പാസി 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 ചാട്ടനാ? എന്താടാ നിനക്ക് ചാട്ടനായത്? നീ ഒരുമാതിരി വൃത്തിയോട് പറയല്ലേ? എന്താടാ വൃത്തിയോട് പറയല്ലേ? എന്താടാ അച്ഛാ എന്ത് ഓവറാക്കലേ നിർത്തിക്കോ. എന്താടേ അവിടെ മിണ്ടായിരിക്കാണ്? എന്റെ വീട്ടിൽ വന്ന് മിണ്ടായിരിക്കാണടാ നീ? എന്റെ വീട്ടിൽ വന്ന് നിന്റെ വീട്ടിൽ നിന്ന് ചോറ് വന്നിട്ട് നീ എന്നെ അപമാനിച്ചടക്കിയല്ലടാ. എന്റെ വീട്ടിൽ പോടാ പോടാ പോ. കണ്ടോലും വിടാനാ കേട്ടാ. ബാസി അല്ലെങ്കിൽ നിന്നെ എടുത്തിരിക്കും, നോക്കിക്കോ. വീട്ടിൽ കയറി പറ്റാൻ നോക്കണടാ കള്ളം നോയാ. എന്താടി കയറിപ്പോ, ഓടി കയറിപ്പോ. അച്ഛാ ഇവിടെ കിടന്ന് തെറിയൊന്നും വിളിക്കല്ലേ. അച്ഛനെ കണ്ടിട്ടാണ് അച്ഛന്റെ മക്കളും വളരുന്നത്. എടാ കലാകാരന്മാരായ കുടിക്കണം. അങ്ങനെ കുടിച്ചോണ്ട് നടന്ന കലാകാരന്മാരൊക്കെ മുകളിലോട്ട് പോയിട്ടില്ല, തിരിച്ചു വന്നിട്ടില്ല. അയ്യോ എടാ മക്കളെ, ചെറിയ വായിൽ വലിയ വർത്താനം പറയാടാ. അച്ഛാ ഞാൻ വലിയ വർത്താനൊന്നല്ല പറയണത്. ഇത് ആപത്താണ്. അച്ഛനീ പോണ വഴി ആപത്താണ്. ഒരു പരിധി വരെ ഞങ്ങൾ ക്ഷമിക്കും, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പറ്റത്തില്ല. കേട്ടല്ലോ? അതെ, നാഴേക്ക് 40 തൊട്ട് അച്ഛൻ തന്നെയല്ലേ പറയുന്നത് ഞങ്ങൾ വളർന്നു വരുവാന്ന്. ഞാനൊരു പെൺകൊച്ചാ, എനിക്കും റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കണം. എന്റെ തള്ളേരെ നാക്ക് അപ്പാടെ പഠിച്ചു വെച്ചേക്കാണ്. മക്കളെ നീ ഞാനെന്താ മോള് കേട്ടാ. നിനക്ക് ഞാൻ മുട്ടായ വാങ്ങിച്ചു തരാം. നിനക്ക് വാങ്ങിക്കണോ? നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കണോ? കോസ്മെറ്റിക് ഐറ്റം വാങ്ങിക്കണോ? സൗന്ദര്യ വസ്തുക്കൾ നിനക്ക് വാങ്ങിക്കണോ? നിനക്ക് വാങ്ങിക്കണോടി? ഷെൽവാറിനും കമ്മീസ് ഞാൻ വാങ്ങിച്ചു തരാം. വാങ്ങിക്കണോ? വേണ്ടോടാ മുട്ടായി വേണോ നിനക്ക്? മകളെ വാ
മക്കള് വാ എന്റെ പൊന്നു മക്കളാ. കൊച്ചിനെ മുട്ടായി അവിടെ വാങ്ങി- നിർത്ത്. അവിടെ നിർത്ത്. വിടറേ. കൊച്ചിനെ അവിടെ നിർത്ത്, ബാലു. വിടറേ. പോ നീ പോ. എന്റെ പൊന്നു മക്കള് വാ. എന്നു മക്കള് വാ. അച്ഛന്റെ പൊന്നു മക്കളല്ലേ, മുട്ടായി വാങ്ങിച്ചേ കേട്ടാ. ആ വാ. ദാ, ബാലു ചെറ്റേ ഇറങ്ങി വാടാ. ആണാണെങ്കി ഇറങ്ങി വാടാ. എവിടാ നീ? വാ, എല്ലാം വാ. ബാലു ഇവിടെ ഇല്ല. ബാലു അവിടെ ഇല്ലേ? അതിനകത്തുണ്ട്, എനിക്കറിയാം. ഇറക്കി വിടവനെ. ഇല്ലാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ മാപ്പിളെ ഒളിച്ചിരുത്തണ്ട, ഇങ്ങോട്ട് ഇറക്കി വിട്. ഇയാള് പോയ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഒന്നും പറയണ്ട. ഇവിടെ വാടകക്കാരന്മാരായിട്ട് വന്നവന്മാര് നമ്മളെ ഭരിക്കാൻ നോക്കണ. ഇറക്കി വിട്. വാ 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 വാ. ദാ, വാടാ. ഇവിടെ വാ നീ. ഇവിടെ വാ. നിന്റെ വീട്ടിലായിട്ട് എന്നെ കിട്ടണം നിന്നെ. വാടാ. എന്താ? വെട്ടോത്തി ഇല്ലേടാ? ഏ? വെട്ടോത്തി ഇല്ലേ? ഇതാത്? വെട്ടോത്തി എന്തേടാ? പോടാ വെട്ടോത്തി എവിടെ? പോ 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 നീ എവിടെ പോയിരുന്നടാ? അതിന് പോടാ പോടാ. അമ്മേ ബാലു. എവനെ വിളിച്ചോണ്ട് പോവാ, ഞാൻ ഇടിച്ച് പിരുത്തളയും. എവിടാ ഇതിന് തല എവിടെയാടാ? വേണ്ട. അയ്യോ, ഒന്നും ചെയ്യില്ല, പ്ലീസ്. ഒന്നും ചെയ്യില്ല, പ്ലീസ്. അങ്ങളെ, അങ്ങളെ, പ്ലീസ്, ഒന്നും ചെയ്യില്ല, പ്ലീസ്, പ്ലീസ്. ബാസി. ആസി, വീട്ടിൽ ഒന്ന് ഓടിച്ച് ഞങ്ങൾ കണ്ടല്ലേ വെട്ടോത്തി എടുത്തോണ്ട്. അങ്ങളെ പ്ലീസ്. കുടുംബത്തോടെ വന്നിരിക്കണേ, നീ രക്ഷപ്പെട്ടു കേട്ടാ. പോടാ. അവനെ അകത്ത് വെച്ചാ കേട്ടോ. അവനെ അകത്ത് പോടാ, വെച്ചോ. പോടാ, പോ, പോ, നീ പോ. നിന്റെ കൊച്ചിനെ എടുത്ത് മോളെവിടെ? മോളെന്തീന്ന്? മോള് വന്നില്ലേ ഇവിടെ? എന്റെ കുഞ്ഞെവിടെ? ഇത് ഞാൻ ഇവിടെ മുട്ടായി വാങ്ങിക്കാൻ നിർത്തിയിട്ട് എന്റെ പറയുന്നുണ്ടായിരുന്നല്ലോ അവള്. അളിയ എന്റെ കൊച്ചു ആരെ മര്യാദയ്ക്ക് ശിവയാ? പോയി കൊച്ചിനെ നോക്ക്. ഈ പ്രാന്തന്റെ കൂടെ അല്ല ആരെങ്കിലും നിങ്ങൾ കൊച്ചിനെ കൊടുത്തു വിടൂ. മനുഷ്യ. എന്റെ കൊച്ചിന് നോക്കടാ. എന്നാ പോടാ, പോയി നോക്കണേ. എവിടെടാ? അളിയ എന്റെ ഇവിടെ ഉണ്ടായിരുന്ന അവള്. മോളെ അയ്യോ മോള് മക്കളാ. ഡേയ്, എവിടെ പോയതാ? എന്നെ എടുക്കണ്ട. വാ. എന്നെ എടുക്കണ്ടെന്ന് വിട്ടെ. അച്ഛാ, അച്ഛൻ എന്ത് പണിയാ കാണിച്ചേ? എന്നെ ഷോപ്പിന് മുന്നിൽ നിർത്തിയിട്ട് അച്ഛൻ മൂകുടത്തേക്ക് കയറിപ്പോയി. ഞാൻ എവിടേക്ക് തപ്പിന്നറിയോ? മെയിൻ റോഡിൽ വരെ തപ്പി. ഫിറ്റ് അച്ഛൻ വല്ല വണ്ടിയുടെ അവിടെ കയറി പറ്റുമെന്നായിരുന്നു എന്റെ പേടി. അതെ, അച്ഛൻ പോയി കഴിഞ്ഞാൽ ഞങ്ങള് പിള്ളേർക്ക് അച്ഛനില്ലേതാവും. ഇത് റോഡാ, ബാക്കി വീട്ടിൽ ചെന്നിട്ട് തരാം. വാ, അങ്ങോട്ട് വാ. വാ മോളെ. എന്നെ ആരെടുക്കണം? താഴെ നിർത്തിക്കേ. അല്ല, അച്ഛൻ കയറി വന്നേ. വാ.